വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ എസ് എ ടൈപ്പ് 14 മാർക്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേംസ് ക്ലാസ് ഇൻ്റർവൽ and class frequency and class limit with examples. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ എന്നാണ്. വാട്ട് ഈസ് എ ഫ്രീക്വൻസി ടേബിൾ എന്നല്ലേ ചോദിച്ചേ. ഫസ്റ്റ്, ഫ്രീക്വൻസി ടേബിൾ ഇറ്റ് ഈസ് ഷോയിങ് ദ ഫ്രീക്വൻസി അബ്രിവേറ്റഡ് ലിസ്റ്റ്. എന്താണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡേറ്റ ഫ്രീക്വൻസി ചുരുക്കി കാണിക്കുന്ന, വളരെ ഷോർട്ടായി കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി ടേബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എക്സാമ്പിളായി ഫ്രീക്വൻസി ടേബിൾ 2 കോളംസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം ക്ലാസ് ഫ്രീ ഇൻ്റർവൽ, സെക്കൻഡ് കോളം ഫ്രീക്വൻസി, ക്ലാസ് ഫ്രീക്വൻസി. ക്ലാസ് ഇൻ്റർവൽ 140 to 149. നെക്സ്റ്റ് ക്ലാസ് 150 to 159. നെക്സ്റ്റ് 160 to 169. നെക്സ്റ്റ് 170 to 179. ഫ്രീക്വൻസി നോക്കിക്കേ, 3, 6, 8, 3. ഇതൊരു എക്സാമ്പിളാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഫ്രീക്വൻസി ടേബിൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്ലാസ് ഇൻ്റർവലും അതുപോലെ ഫ്രീക്വൻസി നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ്, ക്ലാസ് ഇൻ്റർവൽ എന്താ നോക്കാം. ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് ഇൻ വിച്ച് ദി ഡേറ്റ ഈസ് ഡിവൈഡഡ്. നോക്കാം, ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡേറ്റകളെ ഡിവൈഡ് ചെയ്യുന്ന ഇൻ്റർവൽസിനെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈഡഡ് ഇൻ്റർവൽസിനെയാണെന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയും. എക്സാമ്പിളായി നമുക്ക് നോക്കാം. ക്ലാസ് ഇൻ്റർവൽ നോക്കിക്കേ, 140 to 149, 150 to 159, 160 to 169, 170 to 179. അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളൊരു ക്ലാസ് ഇതുപോലെ എഴുതണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് ഇൻ്റർവൽസ് എഴുതാം. ക്ലാസ് ഫ്രീക്വൻസി അല്ലേ, ഇറ്റ് ഈസ് ദി നമ്പർ ഇൻ ദി ഇൻ്റർവൽസ്. എന്താണ് ക്ലാസ് ഫ്രീക്വൻസി? ഓരോ ഇൻ്റർവെല്ലുമുള്ള എണ്ണം, അല്ലേ, ദ നമ്പർ ഇൻ ദി ഇൻ്റർവൽസ് അല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻ്റർവെല്ലിലുള്ള എത്ര നമ്പറുണ്ട് അതിനെയാണ് ഇത് പറയുന്നത് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയും. എക്സാമ്പിളായി നമുക്ക് പറയാൻ 140 to 149. എത്ര സ്റ്റുഡൻസ് ആണ് ഫ്രീക്വൻസി? 3 സ്റ്റുഡൻസ് ആണ്. 150 to 159, 6 സ്റ്റുഡൻസ്. 160 to 169, 8 students. 170 to 179, 3 students. Here 3, 6, 8, 3 are the class frequencies. അപ്പം നമുക്ക് എന്താണ് ക്ലാസ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ നേരിൽ എത്രയാണ് നമ്പർ അതിനെയാണെന്ന് പറയുന്നത് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുക. നെക്സ്റ്റ്, ക്ലാസ് ലിമിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദി ബൗണ്ടറീസ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽസ് അല്ലേ. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ ക്ലാസിൻ്റെ ലോവറും അപ്പറുമായ ലിമിറ്റിനെയാണിത് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയാൻ സാധിക്കുക. എക്സാമ്പിളായി നമുക്ക് നോക്കി, ലോവർ ലിമിറ്റ് ക്ലാസ് ലിമിറ്റും upper limit of the limit, the small value that can be belongs to class. ലോവർ ലിമിറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ക്ലാസ് തന്നിട്ട് അതിൽ സ്മോളസ്റ്റ് വാല്യൂ ആണ് എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് ക്ലാസ് എന്ന് പറയുക. നെക്സ്റ്റ്, അപ്പർ ക്ലാസ് ലിമിറ്റോ, ദ ലാർജസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബിലോങ് ടു എ ക്ലാസ് അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിൽ ലാർജസ്റ്റായി വരുന്ന ഇതിനെയാണിത് പറയുന്നത് അപ്പർ ക്ലാസ് ലിമിറ്റ്. എക്സാമ്പിളായി നമുക്ക് നോക്കാം, ഫോർ ദി ക്ലാസ് ഇൻ്റർവെൽ അല്ലേ, 150 to 159. ഇതിൽ ലോവർ ലിമിറ്റ് ഏതാണ്? ലോവർ ക്ലാസ് ലിമിറ്റ് 150 എന്നറിയാം. അപ്പർ ക്ലാസ് ലിമിറ്റ് ഏതാണ്? 159. ഇതാണിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലെ തിയറി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്, ഷുവറായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത് സെക്കൻഡ് തിയറി ക്വസ്റ്റ്യൻ നോക്കാം. What is a questionnaire? Explain the precautions that must be taken to draft a questionnaire. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കണോ, ക്വസ്റ്റ്യനെയർ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. A questionnaire is a research tool used to collect information from individuals by asking them a series of questions. അപ്പം എന്താണ് ക്വസ്റ്റ്യനെയർസ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റ് ഡേറ്റയുമായി അല്ലെങ്കിൽ ഡേറ്റയുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇത്
ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണെന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ റിസർച്ച് വരുന്നു, സർവേ വരുന്നു, അതേപോലെ തന്നെ ഒപ്പീനിയൻ സർവീസ് വരുന്നു. അപ്പം എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റുമായുള്ള ചോദ്യങ്ങളാണ്. ഒരു സെറ്റ് ചോദ്യങ്ങളുമായിട്ട് ഇത് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയെ നമ്മൾ എന്ത് പറയുന്നു? ക്വസ്റ്റ്യനെയർ എന്നാണ് നമുക്ക് പറയാമെന്ന്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതിൻ്റെ ആൻസർ നമുക്ക് സ്പോട്ടിൽ യെസ് ഓർ നോ അല്ലേ, എന്താണ് ശരിയാണോ തെറ്റാണോ അല്ല ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ കാണിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് commonly used in surveys, studies and evaluations to gather quantitative and qualitative data. Questionnaires can be administered in persons through mail, online or over the phones. അല്ലേ? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനെയറിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുക? റിസർച്ചുകൾ, സർവേ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അഭിപ്രായം അനുസരിച്ചല്ല നമ്മൾ കളക്ട് ചെയ്യുന്നു. അതുപോലെ സർവീസുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യനെയർ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം? റിസർച്ച് നടത്തി, സർവേ നടത്തി, ഡേറ്റകൾ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സർവീസ് ഇവാലുവേറ്റ് ചെയ്യുക. ഈ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് നമുക്ക് പറയാം? ക്വസ്റ്റ്യനെയർ ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ഇൻ പേഴ്സൺസ് ത്രൂ മെയിൽ, ഓൺലൈൻ ഓർ ഓവർ ദി ഫോൺസ് അല്ലേ? ഒന്നെങ്കിൽ വ്യക്തികളുമായിട്ട്, അല്ലെങ്കിൽ മെയിലിലൂടെ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ, അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ക്വസ്റ്റ്യനെയർ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇതിനാണിത് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ചോദ്യങ്ങൾ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത് പറയുന്നത്? ക്വസ്റ്റ്യനെയർ എന്ന് പറയുക. ആ ക്വസ്റ്റ്യനെയർ പല രീതിയിലൂടെ നമുക്ക് ഉപയോഗിക്കാം. സർവേ സ്റ്റഡിയിലൂടെ, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അതെങ്ങനെ? ഒന്ന് വ്യക്തികൾ മുഖാന്തരം, അല്ലെങ്കിൽ മെയിൽ നൽകി മുഖാന്തരം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നടത്താം, അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെയർ അഡ്മിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. പ്രിക്കോഷൻസ് ടു ടേക്ക് വെൻ ഡ്രാഫ്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിഫൈൻ ദി ഒബ്ജക്റ്റീവ് ക്ലിയർലി അല്ലേ? നമുക്കെന്തറിയാം? നമുക്ക് ഓബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യനിലൂടെ? എങ്ങനെയാണ്? നോ എക്സാക്ട്ലി വാട്ട് ഇൻഫർമേഷൻ യു വാണ്ട് ടു ഗാദർ അല്ലേ? നിങ്ങൾ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് നന്നായി, വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫൈൻ ദി ഒബ്ജക്റ്റീവ് ക്ലിയർലി എന്ന്. വളരെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ക്ലിയറായി വ്യക്തമാക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ് നോക്കുക. യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ വളരെ സിമ്പിളിലൂടെയും അതുപോലെ വളരെ വ്യക്തമായ ഒരു ലാംഗ്വേജിലൂടെ ആയിരിക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ എന്ന് ആയിരിക്കണം. തേർഡ് പോയിന്റ്, അവോയ്ഡ് ലീഡിങ് ക്വസ്റ്റ്യൻസ്. ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദി റെസ്പോണ്ടൻസ് ആൻസർ ത്രൂ വേർഡിങ് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ്? ലീഡിങ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എന്ന് പറഞ്ഞതിന് ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഉത്തരത്തിന് അനുയോജ്യമായ ചോദ്യങ്ങളെ, ഉത്തരത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കിയിരിക്കണം. ഫോർത്ത് പോയിന്റ്, കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ഫോക്കസ്ഡ്. ഈച്ച് ക്വസ്റ്റ്യൻ ഷുഡ് ടാർഗറ്റ് വൺ ഐഡിയ ഉള്ളി. എന്താന്ന് നോക്കിക്കേ, ചോദ്യങ്ങൾ വളരെ ഷോർട്ടുമായിരിക്കണം, അതുപോലെ ചുരുങ്ങിയ രീതിയിലായിരിക്കണം, ചുരുങ്ങിയ വേർഡിലൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യം വ്യക്തമായ ഒരു ഐഡിയ, ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐഡിയ മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് ഫോക്കസ്. ആ ക്വസ്റ്റ്യന് ഏത് ക്വസ്റ്റ്യൻ ഫോക്കസ് എന്ന് ചെയ്യുന്നത് വളരെ ഷോർട്ടുമായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ്, യൂസ് എ ലോജിക്കൽ ഓർഡർ. സ്റ്റാർട്ട് വിത്ത് ജനറൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മൂവ് ടു സ്പെസിഫിക് വൺസ്. എന്താണ്? ലോജിക്കൽ ഓർഡറിൽ ആയിരിക്കണം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചു ലോജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ജനറൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മൂവ് ടു സ്പെസിഫിക് വൺസ്. നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് സ്പെസിഫിക് വണ്ണിലേക്ക് നമ്മൾ മൂവ് ചെയ്തിരിക്കണം. അതാണ് ലോജിക് ഓർഡർ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ.
Sixth point, offer balanced answer choices. If using multiple choice, include all responsible options. നോക്കിക്കേ, നമുക്ക് ആൻസർ ഓപ്ഷനുകൾ നമുക്ക് ഒരു ക്വസ്റ്റിൻ്റെ അതിന് ആൻസർ ഓപ്ഷൻസ് നൽകുക എന്നാണ്. ചോയ്സുകളിൽ നിന്ന് എല്ലാ സാധ്യതകളും നമുക്ക് എന്താ പോസിബിലിറ്റി സാധ്യതകൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ചോയ്സുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് 4 ചോയ്സിന് 4 ചോയ്സ് ഏതെങ്കിലും ഒരു ചോയ്സ് ആയിരിക്കും വളരെ ക്ലിയറായ കറക്റ്റ് ആൻസർ. അപ്പോൾ ചോയ്സുകളിൽ എല്ലാ സാധ്യതകളും നമുക്ക് ഉൾപ്പെടുത്താം. അതുകൊണ്ടാണ് ഉത്തരങ്ങൾ ഓപ്ഷനിൽ നൽകുക എന്ന് പറയുന്നത്. ഇതും നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ആണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. Next point, offer balanced answer choices by using multiple choice including all responsible options. മൾട്ടിപ്പിൾ ചോയ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ അങ്ങനെ ഒരു ഈ ക്വസ്റ്റ്യൻ എയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റീസണബിൾ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് 7th point, pilot test the questionnaire. Try to it out with a small group. First to catch confusing questions. Revise based on feedback. 7th point നോക്കിക്കേ, എന്താണ് പറയുന്നത്, പൈലറ്റ് ടെസ്റ്റ് നടത്തുക അല്ലേ. പൈലറ്റ് ക്വസ്റ്റ്യനെയർ ഏത് രീതിയിൽ പൈലറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ്, ചോദ്യപോലെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ഗ്രൂപ്പുകളായി പരീക്ഷിച്ച് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പൈലറ്റ് ടെസ്റ്റിലൂടെയാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ തിരിച്ച് അതിൽ നിന്ന് കൺഫ്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പ്രശ്നങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതൊന്നും കൂടി റിവൈസ് ചെയ്യുന്ന ഫീഡ്ബാക്കിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് നടത്തുക, പൈലറ്റ് ടെസ്റ്റ് നടത്തുക, ക്വസ്റ്റ്യൻ പൈലറ്റ് ടെസ്റ്റ് നടത്തുക. 8th point, അവോയ്ഡ് ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ്. ഡോണ്ട് ആസ്ക് 2 things in 1 questions. അല്ലേ, നമുക്കറിയാം 2 കാര്യങ്ങൾ ചേർത്ത് ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐഡിയ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ ഡബിൾസ് ചേർത്ത് ചോദ്യങ്ങൾ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. 9th point, specify the time frame clearly. Clarify the period you are asking about. Example, in the past month. Specify the time frame അല്ലേ, ടൈം ഫ്രെയിം ക്ലിയർ ആക്കുക. നിങ്ങൾ ഏത് പീരീഡിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് അത് വളരെ വ്യക്തമാക്കുക എന്നതാണിത് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്താ, ലക്ഷ്യം ക്ലിയർ ആക്കുക. സെക്കൻഡ് പോയിന്റ് എന്താണ്, ക്വസ്റ്റ്യന് സ്വാധീനിക്കുന്ന രീതിയിലുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ക്വസ്റ്റ്യൻ സ്മോളും അതുപോലെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ് ലോജിക് ഓർഡർ ക്വസ്റ്റ്യൻസ് ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഉത്തരം ഓപ്ഷനുകൾ നൽകുക. അതുപോലെ പൈലറ്റ് ടെസ്റ്റ് നടത്തുക. ഒരു ക്വസ്റ്റ്യന് 2 കാര്യങ്ങൾ ചേർത്ത് ചോദ്യങ്ങൾ ഇടുന്നത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ ടൈം ഫ്രെയിം വ്യക്തമാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് രണ്ടാമത്തെ സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻസ്, കമ്പയർ ദി ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. ഡിസ്കസ് ദർ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് വിത്ത് എക്സാമ്പിൾ. ഫസ്റ്റ് അതിലെ റേഞ്ച്. ഡിസ്പേഴ്സണിൽ വരുന്ന ഡിഫറെൻറ്റ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് പോയിന്റ് റേഞ്ച്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഇൻ ദി ഡാറ്റാ സെറ്റ്. ഡാറ്റാ സെറ്റിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂയിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണെന്ന് പറയുന്ന റേഞ്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഫോർമുല. റേഞ്ച് ഈസ് ഈക്വൽ ടു മാക്സിമം മൈനസ് മിനിമം അല്ലേ, ഹയസ്റ്റ് വാല്യൂയിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുന്നത്. എൻ്റെ ഈ റേഞ്ചിൻ്റെ യൂസസ് എന്താണ്, സിമ്പിൾ ടു വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് എന്നാൽ ക്വിക്ക് ടു കാൽക്കുലേറ്റ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം ഐറ്റംസ് നമ്മൾ ഹൈലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണിത് റേഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമ്പിളായി നമുക്ക് നോക്കാം. ഡാറ്റ സെറ്റ് 5, 7, 8, 10, 100. ഇത് നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അതിന് 100, സ്മോളസ്റ്റ് 5. 100 minus 5 is equal to 95. Second, quartile division. Half the difference between the third quartile, that means Q3, and the first quartile, that is Q1. Formula,
quartile deviation is equal to Q3 minus Q1 divided by 2. quartile deviation എന്ന് പറഞ്ഞാൽ quartile division QD എന്ന് പറയാം അല്ലേ. Q3യിൽ നിന്ന് Q1 മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് അതിൻ്റെ ഹാഫ് ഭാഗമാണെന്ന് പറയുന്നത് quartile division. Q1ഉം Q3യും കണ്ടുപിടിക്കുന്നു, Q3 നിന്ന് Q1 മൈനസ് ചെയ്യുന്നു, അതിന് എൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? quartile division കിട്ടുന്നു. ദാറ്റ് മീൻസ് QD കിട്ടുന്നുണ്ട്. അതിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ലെസ് അഫക്ട്സ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം ബാലൻസിനെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ അഫക്റ്റ് ചെയ്യാറുള്ളൂ. സെക്കൻഡ് പോയിന്റ്, യൂസ്ഫുൾ വെൻ ദി ഡാറ്റ സെറ്റ് ഈസ് സ്ക്യൂണ്ട്. ഡാറ്റ സെറ്റ് എങ്ങനെയായിരിക്കും? സ്ക്യൂണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ റേഞ്ചിന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് നോക്കാം. ഇഗ്നേഴ്സ് ദ ഡാറ്റ ഔട്ട്സൈഡ് ദി മിഡിൽ 50% അല്ലേ, നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഡേറ്റ ഔട്ട്സൈഡ് ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പോലെ Q1 Q3 ഡിഫറൻസ് കിട്ടിയ എമൗണ്ടിൻ്റെ ഹാഫ് ഭാഗം 50% ആണിത് മിഡിൽ വാല്യൂ ആയി വരുന്നത്. ഇതാണ് അതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. റിയൽ വാല്യൂ ആയിരിക്കില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. Q1 30, Q3 70. QD ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് 70 മൈനസ് 30/2 = 20. നെക്സ്റ്റ്, മീൻ ഡിവിഷൻ. ആവറേജ് ഓഫ് ദി അബ്സല്യൂട്ട് ഡിവിഷൻ ഫ്രം ദി മീൻ, ദാറ്റ് ഈസ് മീഡിയൻ. മീനിൽ നിന്നോ അരിത്തമാറ്റിക് മീനിന്നോ മീഡിയത്തിൽ അബ്സല്യൂട്ട് ഡീവിയേഷൻസിൻ്റെ ആവറേജസ് ആണ് ഇത് പറയുന്നത് മീൻ ഡീവിയേഷൻ എന്ന് പറയാം. അതിൻ്റെ യൂസസ് നോക്കിക്കേ. ഫസ്റ്റ്, യൂസസ് ഓൾ വാല്യൂസ് ഇൻ ദി ഡേറ്റ സെറ്റ്. ഡേറ്റ സെറ്റിൻ്റെ എല്ലാ വാല്യൂയും യൂസ് ചെയ്യണം. ഡേറ്റ സെറ്റിൻ്റെ അതിലെ എല്ലാ വാല്യൂനെയും യൂസ് ചെയ്തിട്ടാണ് മീൻ ഡിവിഷൻ നമ്മൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് പോയിന്റ്, ഗീവ്സ് എ ബെറ്റർ ഐഡിയ ഓഫ് ആവറേജ് ഡിവിഷൻസ്. ആവറേജ് ഡിവിഷൻ്റെ ബെറ്റർ ഐഡിയ നൽകുന്നത് മീൻ ഡിവിഷനിലൂടെ. അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇഗ്നോർ ഡയറക്ഷൻ, ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ. അതിൻ്റെ ഡയറക്ഷൻസ് എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ പോലും പോസിറ്റീവ് ആയിട്ടാണ് അസെപ്റ്റ് ചെയ്യുന്നല്ലേ. അതുകൊണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. മോർ കോംപ്ലക്സ് ടു കാൽക്കുലേറ്റ് ദാൻ റേഞ്ച് ഓർ quartile division. quartile division റേഞ്ചിനേക്കാളും കോംപ്ലക്സ് ആയ ഒരു കാൽക്കുലേഷനാണ് ഇത് പറയുന്നത് മീൻ ഡിവിഷൻ എന്ന് പറയാൻ സാധിക്കുന്നു. എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ വാല്യൂസ് 5, 6, 7 നോക്കുക. എക്സ് കോളം നമ്മൾ എഴുതി 5, 6, 7. ഡി കണ്ടുപിടിക്കുന്നെങ്കിൽ എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു 18. 5 + 6 + 7 18 കിട്ടുന്നു. നമ്പർ എത്രയാണ്? 3. എക്സ് ബാർ നമുക്ക് കണ്ടുപിടിക്കുക σx/n. 18/3 = 6. ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്യുന്നു. 5 - 6 1, 6 - 6 0, 7 - 1 1 അല്ലേ. അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 0 + 1 എത്രയാണ്? 2. മെയിൻ ഡിവിഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. σd/n. ഡിയുടെ ടോട്ടൽ എത്ര? 2. 2/3 = 0.67. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ. അരിത്തമാറ്റിക് മീനിൻ്റെ സ്ക്വയർ ഡീവിയേഷൻസിൻ്റെ ആവറേജ് ആണെന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ട് ആണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. ഫോർമുല നോക്കിക്കേ. SD = √σd²/n. ഇനി അതിൻ്റെ യൂസസ് നോക്കിക്കേ. മോസ്റ്റ് ആക്യുറേറ്റ് യൂസ്ഡ് മെഷർ അല്ലേ. നമുക്ക് മെഷർ യൂസ് ചെയ്യാൻ സാധിക്കും. മോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ വൈഡ്ലി യൂസ്ഡ് മെഷർ, നമുക്ക് വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് എന്നാ. ഹെവിലി ഇൻഫ്ലുവൻസ് ദി എസ്റ്റിമേറ്റിനെ ഹെവി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മോർ കോംപ്ലക്സ് ടു കമ്പ്യൂട്ട് അല്ലേ. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ ഒത്തിരിയേറെ കോംപ്ലക്സ് ആണെന്ന് പറയാം. എക്സാമ്പിൾ നോക്കിക്കേ. ഡേറ്റ സെറ്റ് 2, 4, 6 നോക്കി. എക്സ് വാല്യൂ 2, 4, 6 എന്ന് എഴുതി. ഡി നോക്കിക്കേ. എക്സ് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഡി എങ്ങനെ? x - x ബാർ ആണ്. അപ്പോൾ എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 2 + 4 + 6 12. എക്സ് ബാർ σx/n. 12/3 = 4. ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിൽ നിന്ന് എക്സ് എത്രയാണ് വാല്യൂ ഇവിടെ വരുന്നത്? ഇവിടെ നമുക്ക് വാല്യൂ വരുന്നത് 2 ആണ് വരുന്നത് അല്ലേ. 2ൽ നിന്ന് -4 ലെസ് ചെയ്യുമ്പോൾ -2. 4 - 4 0. 6 - 4 2. -2ൻ്റെ സ്ക്വയർ 4. 0യുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4. ഇതാണ് 4 + 0 + 8
നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 8. 4 + 4 എത്രയാണ്? 8 ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡിവിഷൻ √(σd²/n) √(σd)യുടെ d² ടോട്ടൽ 8 ഡിവൈഡ് നമ്പർ എത്ര? 1 2 3 ഡിവൈഡ് ചെയ്യുമ്പോൾ √2.67 അതിനെ അതിൻ്റെ റൂട്ട് മാറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ചെയ്യുന്നു. നെക്സ്റ്റ് വേരിയൻസ് എന്താ നോക്കേ? സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ സ്ക്വയറിന് നമുക്ക് എന്ത് പറയാം? വേരിയൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. യൂസ് നോക്കിക്കേ. ഇമ്പോർട്ടൻ്റ് ഇൻ അഡ്വാൻസ് സ്റ്റാറ്റിസിൻ്റെ അഡ്വാൻസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് വേരിയൻസ് എന്ന് പറയുക. അതിൻ്റെ ലിമിറ്റേഷൻ നോക്കിയാൽ യൂണിറ്റ് സ്ക്വയർഡ് വിച്ച് ക്യാൻ ബി ഹാർഡ് ടു ഇൻ്റർപ്രറ്റ് ഡയറക്റ്റ്ലി അല്ലേ? നമുക്കറിയാം സ്ക്വയർഡിൻ്റെ യൂണിറ്റ് ആണെന്ന് പറയുന്നത് വേരിയൻസ് നമുക്ക് പറയാൻ അതുകൊണ്ട് തന്നെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ഹാർഡാണ്. അതുമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. എക്സാമ്പിളായി പറയാൻ സാധിക്കും. നോക്കിക്കേ. ഫ്രം എബവ് വേരിയൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്ക്വയർ 8/3 എത്രയോ 2.67. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ സ്ക്വയർ ആണെന്ന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് എക്സ്പ്ലോർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് കോമൺലി യൂസ്ഡ് അല്ലേ? നോക്കിയേ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ statistical tools used to determine the center and a typical value of a data set. എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം ടു ഡിറ്റർമിൻ എന്താണ്? ദ സെൻട്രൽ ആൻഡ് ടിപ്പിക്കൽ വാല്യൂ. ഡേറ്റ സെറ്റിലെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂ ആണെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് പറയാൻ സാധിക്കും. ദീസ് മെഷേഴ്സ് സമ്മറൈസ് എ ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ബൈ ഐഡൻറ്റിഫൈങ് എ സിംഗിൾ വാല്യൂ ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ എൻ്റയർ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എത്ര ലാർജ് ഡേറ്റ സെറ്റ് തന്നാലോ അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ എ സിംഗിൾ വാല്യൂ അഡോപ്റ്റ് ചെയ്യുക. ഇതാണെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, common measures of central tendency. There are 3 primary types. First, mean. That means arithmetic mean. The mean is the sum of all values in a data set divided by the number of values. നമുക്കറിയാം ഓൾ വാല്യൂസിൻ്റെ സമ്മിനെ നമുക്ക് നമ്പർ ഓഫ് വാല്യൂസിൻ്റെ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈസി ടു വളരെ ഈസിയാണ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ കൺസിഡേഴ്സ് എവരി വാല്യൂ ഇൻ ദി ഡേറ്റ സെറ്റിലെ ഓരോ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇതാണെന്ത്? അരിത്തമാറ്റിക് മീനിൻ്റെ അഡ്വഞ്ചേഴ്സ്. ഇനി ഡിസ്അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതൊരു ഡിമെറിറ്റ്സ് ആണ്, ഡിസ്അഡ്വഞ്ചേഴ്സ് ആണ്. അതുപോലെ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്ക്യൂൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിളായ ഒരു മെത്തേഡ് അല്ല എന്ന് പറയുന്നത് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുക. നെക്സ്റ്റ്, മീഡിയൻ എന്താണെന്ന് നോക്കാം. The mean is the middle value of a data set when arranged in ascending or descending order. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഡേറ്റ സെറ്റിലെ മിഡിൽ വാല്യൂ ആണെന്ന് മീഡിയൻ എന്ന് പറയാം. നമുക്ക് തരുന്ന ഡേറ്റ സെറ്റിനെ നമുക്ക് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇനി അതിൻ്റെ അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ്, നോ അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് പോയിന്റ്, സ്യൂട്ടബിൾ ഫോർ സ്ക്യൂൻഡ് ഡിസിന് സ്യൂട്ടബിൾ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ഡിസ്അഡ്വഞ്ചേഴ്സ് ഓഫ് മീഡിയൻ നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ഡസൻറ്റ് കൺസിഡർ ഓൾ വാല്യൂസിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ത്? മീഡിയത്തിന്. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. സെക്കൻഡ് പോയിന്റ്, കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് മീൻസ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത്? മീഡിയത്തിനില്ലേ. നെക്സ്റ്റ്, മോഡ് എന്താന്ന് നോക്കുക. ദ മോഡ് ഈസ് ദി വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ഇൻ ദി ഡേറ്റ സെറ്റിലെ മോസ്റ്റ് ഫ്രീക്വൻസി ഒക്കെ വരുന്ന വാല്യൂ ആണെന്ന് പറയുന്നത് മോഡ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, സിമ്പിൾ ടു ഐഡൻറ്റിഫൈ ഇൻ സ്മോൾ ഡേറ്റയിലെ
സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന മോഡ്. സെക്കൻഡ് പോയിന്റ്, ഈസി ടു ഐഡൻറ്റിഫൈ ഇൻ സ്മോൾ ഡേറ്റയിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. തേർഡ് പോയിന്റ്, ബെസ്റ്റ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡേറ്റകൾ നമുക്ക് ബെസ്റ്റായി കണ്ടുപിടിക്കാം. ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് കളേഴ്സ്, ബ്രാൻഡ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് എന്താക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, മേ നോട്ട് എക്സിറ്റ്, നോ റിപ്പീറ്റേഷൻസ് ഇല്ലേ. സെക്കൻഡ് പോയിന്റ്, ഇഗ്നോർസ് മോസ്റ്റ് ഓഫ് ദി ഡേറ്റ വാല്യൂസ് മോസ്റ്റ് ഡേറ്റ വാല്യൂസ് ഇഗ്നോർ ആണ് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, മോഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സ്റ്റാറ്റിഫൈഡ് സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് 3 columns ഞാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബേസസ് എഴുതുന്നു, സെക്കൻഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, തേർഡ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഡിഫറൻഷൻ കൊടുക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നാൽ എവരി മെമ്പർ ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് അല്ലേ. ഓരോ മെമ്പറിനും പോപ്പുലേഷനിൽ ഓരോ മെമ്പറിനെയും ഈക്വലായി ചാൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുക. സ്റ്റാറ്റിഫൈഡ് സാമ്പിൾ, പോപ്പുലേഷൻ ഡിവൈഡ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ് ആൻഡ് റാൻഡം സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം ഈച്ച് സബ് ഗ്രൂപ്പ്സ്. ഇവിടെ എന്താണ്, സബ് ഗ്രൂപ്പ്സുകളായി തിരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പോപ്പുലേഷൻ. ഇവിടെ എന്താണ്, ഫുള്ള് എത്രയാണോ അതനുസരിച്ച് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, പോപ്പുലേഷൻ ഡിവിഷൻ നോക്കിക്കേ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നോട്ട് ഡിവൈഡ് ഇൻ ടു എനി ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പുമായിട്ടും ഡിവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ സ്റ്റാറ്റിഫൈഡ് സാമ്പിൾ ഡിവൈഡഡ് ഇൻ ടു ഹ്യൂമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ആക്യുറസി നോക്കിക്കേ. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലാണ് ലെസ് ആക്യുറേറ്റ് ആണ്, വളരെ കുറവായിരിക്കും. സ്റ്റാറ്റിഫൈഡ് സാമ്പിളിങ്ങിലോ വളരെ കറക്റ്റായിരിക്കുമെന്ന് നമുക്ക് കൂടുതൽ ആക്യുറേറ്റായി കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, കോംപ്ലക്സിറ്റി. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താണ്, സിമ്പിൾ ആൻഡ് ഈസി ടു അപ്ലൈ, വളരെ സിമ്പിളായും ഈസി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്. നെക്സ്റ്റ്, സ്റ്റാറ്റിഫൈഡ് സാമ്പിളിങ്ങിലോ ഒത്തിരിയേറെ കോംപ്ലക്സ് വരുന്നതാണ്, അതുപോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻസ്. സെൻസസ് മെത്തേഡും സാമ്പിൾ ഡാറ്റ കളക്ഷനിലെ സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 3 columns ആണ്. ഫസ്റ്റ് കോളം ബേസസ്, സെക്കൻഡ് കോളം സെൻസസ് മെത്തേഡ്, തേർഡ് കോളം സാമ്പിൾ മെത്തേഡ്. ഡെഫിനിഷൻ നോക്കിക്കേ. സെൻസസ് മെത്തേഡ്, ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക. സാമ്പിൾ മെത്തേഡിലോ ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം എ സെലക്റ്റഡ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷനിലെ സെലക്റ്റഡ് പാർട്ടിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടൈം റിക്വയർഡ്. സെൻസസ് മെത്തേഡിലോ ടൈം കൺസ്യൂം ആണ് അല്ലേ, ഇത്ര ടൈം കൺസ്യൂം ആയിരിക്കും. സാമ്പിൾ മെത്തേഡിലോ ലെസ് ടൈം കൺസ്യൂമിങ്, വളരെ കുറഞ്ഞ ടൈം മാത്രമേ വേണ്ടൂ. ഇവിടെ എന്താണ്, കൂടുതൽ ടൈം ആവശ്യമാണ്. കോസ്റ്റ് നോക്കിക്കേ. സെൻസസ് മെത്തേഡ് എക്സ്പെൻസീവ് ആണ് അല്ലേ സെൻസസ് നടത്തുമ്പോൾ, അത് സാമ്പിൾ മെത്തേഡിലോ വളരെ ചുരുങ്ങിയ എക്സ്പെൻസീവ് വരുന്നുള്ളൂ. സെൻസസ് മെത്തേഡിൽ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി, എപ്പോഴും ഹൈ ഡിഗ്രി ആയിരിക്കും. എന്നാൽ സാമ്പിൾ മെത്തേഡിലോ ആക്യുറസി ഡിപ്പെൻസ് ഓൺ സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അവിടെ ആക്യുറസി വരിക അല്ലേ. നെക്സ്റ്റ് പോയിന്റ്, യൂസ്ഫുൾനെസ് നോക്കിക്കേ. സെൻസസ് മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ പോപ്പുലേഷന് ഏറ്റവും സൂട്ടബിൾ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സെൻസസ് മെത്തേഡ് എന്ന് പറയുക. സാമ്പിൾ മെത്തേഡിലോ സ്യൂട്ടബിൾ ഫോർ ലാർജ് പോപ്പുലേഷന് സൂട്ടബിൾ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സാമ്പിൾ മെത്തേഡ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സാമ്പിൾ സെൻസസ് എന്താണ്. കമ്പയർ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ് ഇൻ ഡേറ്റ കളക്ഷൻസ്. സാമ്പിളിംഗ് സെൻസസ് എന്താണ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് സർവേ മെത്തേഡിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കമ്പയർ ചെയ്യണം. സെൻസസ് സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം.
സെൻസസ് അല്ലെങ്കിൽ സാമ്പിളിംഗ് സെൻസസ് അല്ലേ, ഈസ് എ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം എവറി യൂണിറ്റ് ഓർ ഇൻഡിവിജ്വൽ ഇൻ ദി എൻറ്റയർ പോപ്പുലേഷൻ അല്ലേ. പോപ്പുലേഷനിലെ ഒന്നെങ്കിലും ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും എവരി യൂണിറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയുന്നത് സാമ്പിളിംഗ് സെൻസസ് എന്ന് പറയുക. ഡേറ്റ എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയുന്നത് സാമ്പിളിംഗ് സെൻസസ് എന്ന് പറയുക. അതെങ്ങനെയായിരിക്കാം, പോപ്പുലേഷനിലെ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എവരി യൂണിറ്റുകളിൽ നിന്ന് ഡേറ്റ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നു, സാമ്പിളിംഗ് സെൻസസ് എന്ന് പറയുന്നു. ഇനി അപ്പോൾ നമ്മൾ ഡിഫറൻസ് എന്ന സെൻസസ് മെത്തേഡും സാമ്പിൾ സർവേ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് കവറേജ് നോക്കിക്കേ. സെൻസസ് ബൈ എൻ്റയർ പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്. പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണെന്ന് പറയുന്നത് സെൻസസ് മെത്തേഡ് എന്ന് പറയുക. സാമ്പിളിംഗ് സർവേ മെത്തേഡോ ഉള്ളി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്. പോപ്പുലേഷൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഇത് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സാമ്പിൾ സർവേ മെത്തേഡ്. നമ്മൾ ചെറിയ സാമ്പിളൊക്കെ കൊടുത്ത് നടക്കുന്നത്. അടുത്ത് ആക്യുറസി നോക്കിക്കേ. സെൻസസ് മെത്തേഡ് മോർ ആക്യുറേറ്റ് ആണ്, സാമ്പിളിംഗ് സർവേ മെത്തേഡിലോ ലെസ് ആക്യുറേറ്റ് ആണ്, അറിയാം. നെക്സ്റ്റ് ടൈം. സെൻസസ് മെത്തേഡിൽ വെരി ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ടൈം എപ്പോഴും വെരി ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. സാമ്പിൾ സർവേ മെത്തേഡിൽ ലെസ് ടൈം, വളരെ ചുരുങ്ങിയ ടൈം മതി. പക്ഷേ ഇവിടെ എന്താണ്, ധാരാളം ടൈം ആവശ്യമാണ്. നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി എന്താണെന്ന് നോക്കാം. സെൻസസ് മെത്തേഡിൽ വെൻ പോപ്പുലേഷൻ ഈസ് സ്മോൾ. സെൻസസ് മെത്തേഡ് പോപ്പുലേഷൻ എപ്പോഴും എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. സാമ്പിൾ സർവേ മെത്തേഡിലോ വെൻ പോപ്പുലേഷൻ ഈസ് ലാർജ് ആയിരിക്കും. നെക്സ്റ്റ് കോംപ്ലക്സിറ്റി. സെൻസസ് മെത്തേഡിൽ നോക്കിയാൽ കോംപ്ലക്സിറ്റി മാനേജ് ആൻഡ് ഓർഗനൈസ്. സെൻസസ് മെത്തേഡിൽ നമ്മൾ മാനേജ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഒത്തിരിയേറെ കോംപ്ലക്സ് ഉള്ളൊരു മെത്തേഡാണ്. എന്നാൽ സാമ്പിൾ സർവേ മെത്തേഡിലോ ഈസിയർ ടു പ്ലാൻ മാനേജ് ആൻഡ് അനലൈസ് അല്ലേ. നമുക്കറിയാം സാമ്പിൾ സർവേ മെത്തേഡിൽ എന്നാണ് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം, മാനേജ് ചെയ്യാം, അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറയുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കൂടുതലായി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള ആൻസർ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.